ഏറെ നാളായി വെടിയും ബോംബ് സ്ഫോടനവും കൊണ്ട് കലുഷിതമായിരുന്ന ഗാസയിൽ ഹമാസ് ഭീകരരുടെ പിന്മാറ്റത്തോടെ സമാധാനത്തിന്റെ തുടക്കം. ഇസ്രയേലും പലസ്തീനും പരസ്പരം ബന്ദികളെ കൈമാറുകയാണ്. 3 ഘട്ടങ്ങളായാണ് ബന്ദികളെ കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ 7 പേരെ വിട്ടയച്ചു. ഏറെ നാളായി വെടിയും ബോംബ് സ്ഫോടനം കൊണ്ട് കലുഷിതമായിരുന്ന ഗാസയിൽ ഹമാസ് ഭീകരരുടെ പിന്മാറ്റത്തോടെ ഇപ്പോൾ സമാധാനത്തിന്റെ തുടക്കമായിരിക്കുകയാണ്. ഇസ്രയേലും പലസ്തീനും പരസ്പരം ബന്ദികളെ കൈമാറുകയാണ്. 3 ഘട്ടങ്ങളായാണ് ബന്ദികളെ കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ 7 പേരെ വിട്ടയച്ചു. ഹമാസ് കൈമാറിയ 7 ഇസ്രയേലികളായ ബന്ദികളെ റെഡ് ക്രോസ് സ്വീകരിച്ചതായും IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. റെഡ് ക്രോസ് നൽകിയ വിവരമനുസരിച്ച് 7 ബന്ദികളെ അവരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റി. അവർ ഗാസയിലെ IDFും ISA സേനയും പോവുകയാണ്. പിന്നീട് റെഡ് ക്രോസിലേക്ക് മാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന കൂടുതൽ ബന്ദികളെ സ്വീകരിക്കാൻ IDF തയ്യാറാണെന്നും IDF പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് കടക്കുന്നതുവരെ ബന്ദികൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് നേരത്തെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ടെൽ അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ പ്രാദേശിക ടെലിവിഷൻ ബന്ദികളെ മോചിപ്പിക്കേണ്ടവരുടെ പേരുകൾ വായിച്ചപ്പോൾ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഉച്ചത്തിൽ ആർപ്പു വിളിച്ചു. മഞ്ഞ ബന്ദികളുടെ റിബണുകളുള്ള ഇസ്രയേലി പതാകകൾ പിന്തുണക്കാർ വീശി. ബന്ദികളുടെ പോസ്റ്ററുകൾ പിടിച്ചു. ചിലർ ആശ്വാസം പ്രകടിപ്പിക്കാൻ നെഞ്ചിൽ കൈവച്ചു. അവരെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. റെഡ് ക്രോസ് ഗാസയിൽ നിന്ന് ബന്ദികളെ മെഡിക്കൽ പരിശോധനകൾക്കും കുടുംബ സംഗമങ്ങൾക്കുമായി IDFയിലേക്ക് മാറ്റും. അവിടെയുള്ള IDF സൈനികരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവരെ സ്ട്രിപ്പിൽ നിന്ന് റീമിനടുത്തുള്ള ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് മാറ്റും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.